ഹായ്. അപ്പോഴേ ഇന്ന് വേറൊന്നല്ല, എനിക്കൊക്കെ ഭയങ്കര പേടിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കൂടെ മീനും അതുപോലെ അമ്മയൊക്കെയുണ്ട്. ഇതെന്നാ അത്ഭുതമാണോ അതോ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമാണോ എന്നാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സംഭവം. അല്ല, ഇത് രാവിലെ ഇങ്ങനെ വെള്ളം അവിടെ ഒഴുകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാനിപ്പം വീട്ടിലെ കുറച്ച് പണി ചെയ്തിട്ട് ഞാൻ ഇവിടെ തൂമ്പ എടുക്കാൻ വന്നതാണേ. അപ്പോഴത്തേനുമാണ് ഇത് കണ്ടോ, ഉറവ വരുന്ന കണ്ടോ. ഇത് രാവിലെയൊക്കെ ഇവിടെ തെറിച്ച പാടുണ്ട്. ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഇവരെല്ലാം വിളിച്ചു പേടിച്ചിരിക്കുക. ഞങ്ങൾ ആകെപ്പാടെ ഇനി വല്ല സംഭവിക്കുവാണോ എന്നും അറിയത്തില്ല. ഉറവ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്നാന്ന് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പറെ ഈ സ്ഥലത്തില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലറിയാവുന്നവരാരെങ്കിലും ഞങ്ങളുടെ ഇത് വന്ന് മണ്ണ് പരിശോധിക്കുന്നവരൊന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് കുഞ്ഞു പിള്ളേരെ കൊണ്ട് ഇവിടെ ഈ പേടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഈ വെള്ളം ഒന്ന് പിടിച്ച് നോക്കട്ടെ, നല്ല ക്ലോറിൻ്റെ വല്ല മണം ഉണ്ടോ എന്നൊക്കെ. നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത്. ഈ ഗ്ലാസ് ഇവിടെ പിടിച്ചോ. ഇത് കണ്ടോ, കണ്ടോ ഉറവ വരുന്നത് കണ്ടോ, കണ്ടോ ഇത്ര ശക്തമായിട്ടാണ് വെള്ളം വരുന്നത്. ഒരു നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത്. ഗ്ലാസ് വെള്ളം പിടിച്ചോ. ക്ലോറിൻ്റെ മണം ഉണ്ടോ നോക്കാം നമുക്ക്. തെളിഞ്ഞ വെള്ളമാണ്, നല്ല ശുദ്ധമായ വെള്ളമാണ്. കർത്താവ് അത്ഭുതം സംഭവിക്കുന്നതാണോന്നൊന്നും അറിയത്തില്ല. എന്നാണോ നമുക്ക് അത്ഭുതത്തിൻ്റെ കലവറ തുറന്ന് തന്നതാണോ ഒന്നും അറിയത്തില്ല. ഇതെന്നാലും അത്ഭുതമായിപ്പോയി. ഇവിടുന്ന് എങ്ങനെ ഇത്ര സ്പീഡിൽ വരുന്നേ? ഇത് സ്പീഡിലാണ് വെള്ളം വരുന്നത്. നിമിഷ നേരം കൊണ്ട് ഗ്ലാസ് നിറയും. നിമിഷ നേരം കൊണ്ട് ഗ്ലാസ് നിറഞ്ഞു. ഭയങ്കര അത്ഭുതം ഇത് കേട്ടോ. അത്ഭുതം വല്ല എന്നാ. ആ ഇല ഒന്ന് നിവർത്തി കാണിച്ചേ. ഇനിയിപ്പോ ഇലക്കകത്ത് വെള്ളം ഉണ്ടോന്ന് ഇനി അവര് സംശയിക്കും. ഇല വെറും ഇല, വെറുതെ ഇലക്കകത്തൊന്നുമില്ല. കണ്ടാ വരുന്നുണ്ടോ? സൂപ്പർ വെള്ളം കിട്ടോ. ഇവിടെ വന്നെടുക്കും. മിനിറ്റുകൾക്കാരോ ഗ്ലാസ് നിറഞ്ഞു. തണുത്ത വെള്ളമാണമ്മേ? ഗ്ലാസിന്റെ മണമാണോ അമ്മേ? എന്താ തന്നെ അമ്മയ്ക്ക് ഇപ്പൊ പറയാനുള്ളത്? ഇങ്ങനെ നമുക്ക് വെള്ളം ഉറവായിട്ട് പെട്ടെന്ന് അധികാരികൾ വന്ന് ആരാന്ന് വെച്ചാൽ പൈപ്പ് പൊട്ടിയതാണോ അടുത്ത വലിയ പൈപ്പ് പൊട്ടിയതാണോ എന്ന് അറിയത്തില്ല. ഏതായാലും ഞങ്ങളൊരു കുപ്പി വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നാൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ്. ഇതുണ്ട്, ഈ ചേമ്പിന്റെ ഇല വെച്ചാണ് നമ്മൾ വെള്ളം പിടിച്ചത്. ഇത്രയും വെള്ളം ഇതിങ്ങനെ പൊട്ടി ഒഴുകും കേട്ടോ. അങ്ങ് വരെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്നാ അത്ഭുതമൊന്നും മനസ്സിലാകുന്നില്ല നമ്മളുടെ ഇവിടെ മാത്രം. പക്ഷേ ഓസൊക്കെ പോകാവുന്ന അങ്ങല്ലേ മേ? ഒരു എത്ര കിലോമീറ്റർ അപ്പുറം? കിലോമീറ്റർ അല്ലടി, ഇത്ര 10-30 അടിയോളാം വീതി അപ്പുറത്ത്. വീടിന്റെ അപ്പുറത്തെ റോഡ് കിടക്കുന്നേ. അതിന്റെ അടിയിൽ വലിയ ഒരു അപ്പുറം റോഡ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ നമ്മുടെ ഈ റോഡ് പണിതേക്കുന്നതിന്റെ റോഡിന്റെ അടിയിലല്ലേ, വഴിക്കടിയിൽ വലിയൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അപ്പൊ അത് വല്ലതും പൊട്ടി ഒഴുകുന്നതാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഇതൊന്ന് കുത്തി പൊട്ടിച്ച് നോക്കാൻ പോകും. ഇതെന്നാ സംഭവം നോക്കണ്ടേ. അടിയിലോട്ട് വേണ്ട കേട്ടോ, വലുതായിട്ടൊക്കെ വന്നെങ്കിൽ അത് പോയി. വേണ്ട വെള്ളം ചൂക്കാന്ന് ഇതിന്റെ അടിയിൽ നിന്നാണല്ലോ വരുന്നേ. വീടിന്റെ അടിയിൽ നിന്നാണല്ലോ വരുന്നേ. അയ്യോ എന്റെ പൊന്നെ, ഇപ്പൊ ദേ വെള്ളത്തിന് ഫോഴ്സ് കൂടി. ഇടിച്ചോ? ഇടിച്ച്